സാർ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2025 ഒക്ടോബറിലും B2 ഫുൾ മൊഡ്യൂൾ പാസ്സായിട്ടുള്ള കുട്ടികളും ഈ ഓപ്പയർ, FSJ, BSD പോലത്തെ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ പോകുന്നതിനെക്കുറിച്ച് പല കൺസൾട്ടൻസികളും ഗൈഡ് ചെയ്യുന്നുണ്ട്. അവർ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകളെ ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിങ്ങിന് അയക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തുകൊണ്ടാണ് സാർ ഒരു കാരണവശാലും ഈ ഓപ്പയർ, FSJ, BFD പോലത്തെ പ്രോഗ്രാമുകൾ ചെയ്യാൻ ഒരു കാരണവശാലും തുനിഞ്ഞിറങ്ങാത്തതിൻ്റെ റീസൺ എന്താണ്? ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൻ്റെ എൻഡ് വരെ അവരെ സെറ്റിൽ ചെയ്യിക്കുന്ന പ്രോഗ്രാമാണ്. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ജർമ്മനിയിൽ പോയി സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, പഠിക്കുമ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി, പഠിച്ചു കഴിഞ്ഞ് നേരെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, ജോലിയിൽ പ്രവേശിച്ച് 2 വർഷത്തിനുള്ളിൽ PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി, പിന്നീട് സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി വരെയുള്ള എൻ്റെ ലൈഫ് വരെയുള്ള പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രോഗ്രാമുകൾ ഇങ്ങനെയല്ല, ഷോർട്ട് പ്രോഗ്രാമുകളാണ്. അതായത് നമുക്ക് ജർമ്മനിയിൽ നിൽക്കാനുള്ള പ്രോഗ്രാമുകളല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് FSJ പ്രോഗ്രാം എന്ന് പറയുന്നത് 1 ഇയറിലേക്കോ അല്ലെങ്കിൽ 18 മാസത്തേക്കോ ഉള്ളൊരു ടെമ്പററി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് പോയി ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ പോസിബിലിറ്റി ഉള്ളത്. വളരെ കുറഞ്ഞ ആളുകൾക്ക് അവിടെ നിന്നുകൊണ്ട് മറ്റ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓപ്പയർ എന്ന് പറയുന്ന പ്രോഗ്രാം ഇതുപോലെ തന്നെ 1 ഇയർ വേറെ ജർമ്മൻകാരുടെ വീട്ടിൽ പോയി ബേബി സിറ്റിംഗ് പോലെയുള്ള ജോലികൾ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. അതും ആ പ്രോഗ്രാമിന് അവിടെ ചെന്ന് അവർക്ക് എന്തെങ്കിലും വിധത്തിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവർ തിരിച്ചു പോരേണ്ട സാഹചര്യമുണ്ട്. അപ്പം ഒരു കാരണവശാലും എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ ഇത്തരം പ്രോഗ്രാമിന് അയച്ച് അവർ തിരിച്ചു വരുന്നൊരു കാര്യം ചിന്തിക്കാനേ സാധിക്കില്ല. അവർക്ക് പെർമനൻ്റായിട്ട് ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്ന പാത്വേ പ്രോഗ്രാമിൽ കൂടി ജർമ്മനിയിൽ പോകുന്നതാണ് നല്ലത്. മറ്റ് പ്രോഗ്രാമുകളിൽ പോയി എങ്ങനെയെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്താൽ ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറാമെന്ന വ്യാമോഹം കൊണ്ടാണ് പല വിദ്യാർത്ഥികളും ഇതിന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. പല കൺസൾട്ടൻസികളും ഇത് ഉപദേശിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം അവർക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പ്രോസസ്സ് ചെയ്യാനോ അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയറോ അല്ലെങ്കിൽ സ്കൂളോ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും മാതാപിതാക്കളോടാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ഒരു കാരണവശാലും ഓപ്പയർ പ്രോഗ്രാമിലേക്ക് അയക്കരുത്. മിക്കപ്പോഴും ഓപ്പയർ പ്രോഗ്രാമിലേക്ക് പെൺകുട്ടികളെയാണ് താല്പര്യപൂർവ്വം ക്ഷണിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾ പലപ്പോഴും പല വീടുകളിലും പോയി നിന്ന് ആ വീട്ടിലെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതെല്ലാം നമ്മളെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ FSJ എന്ന് പറയുന്ന ഒരു വളണ്ടിയർ സർവീസ് പ്രോഗ്രാമാണ്. നമ്മൾ കഠിനമായ ജോലി അവിടെ ചെന്ന് ചെയ്യണം. വളരെ കുറഞ്ഞ സ്റ്റൈപ്പൻഡ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരേണ്ട സാഹചര്യമുണ്ട്. ഒരു കാരണവശാലും നമുക്ക് ജർമ്മനിയിൽ ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ സംസാരിക്കാനുള്ളൊരു കഴിവ് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. പക്ഷേ നമുക്ക് B2 4 മൊഡ്യൂൾ പാസ്സാവണമെങ്കിൽ നമുക്ക് സംസാരിക്കാനും കേട്ട് മനസ്സിലാക്കാനും എഴുതാനും അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവുകളും ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഒരു B2 4 മൊഡ്യൂൾ പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയർ ക്വാളിറ്റി ഉള്ളൊരു എക്സാം ആയിരിക്കാം, അല്ലെങ്കിൽ ജർമ്മൻകാർ എഴുതുന്നൊരു എക്സാം ആയിരിക്കാം നമുക്കവിടെ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ്.